എന്റെ പുറകിൽ കാണുന്നതാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട വടക്കാഞ്ചേരി. ഇവിടെ ഒരു അടിപൊളി പള്ളിയുണ്ട്, സെന്റ് സേവിയേഴ്സ് ഫൊറാൻ ചർച്ച് വടക്കാഞ്ചേരി. അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവരോട് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രാർത്ഥനയെ കുറിച്ചാണ്. എനിക്ക് എന്തുകൊണ്ട് സ്പെഷ്യലാണ് ഈ വടക്കാഞ്ചേരി ഇടവക, കാരണം 1ാം ക്ലാസ് മുതൽ ACC വരെ ഞാൻ പഠിച്ചത് ഇവിടുത്തെ ഈ വടക്കാഞ്ചേരി ഇടവകയിലാണ്. സോ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ലെറ്റ്സ് വാക്ക് വിത്ത് ജീസസ് ആൻഡ് ടോക്ക് വിത്ത് ജീസസ്. തീഷ്ണതയേറിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളാൽ ഇന്ത്യയുടെ 2ാമത്തെ അപ്പോസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ നാമധേയത്തിൽ പാരമ്പര്യത്തിന്റെ മകുടം ചൂടി വിശ്വാസ സാക്ഷ്യമായി നിലകൊള്ളുന്ന തൃശൂർ അതിരൂപതയിലെ ഫൊറോന ദേവാലയമാണിത്. പ്രകൃതി രമണീയമായ വടക്കാഞ്ചേരിയിൽ 19ാം നൂറ്റാണ്ടിനു മുമ്പ് കത്തോലിക്കർ വസിക്കാൻ തുടങ്ങിയെങ്കിലും ആദിമ ക്രൈസ്തവർക്ക് ഇവിടെ ഒരു ദേവാലയം പണിതുയർത്താനായില്ല. വിശ്വാസ ചൈതന്യത്തോടെ അനേകം ദൂരം സഞ്ചരിച്ച് മറ്റം, കൊട്ടേക്കാട് എന്നീ ദേവാലയങ്ങളിൽ പോയിട്ടാണ് അവർ ദിവ്യപൂജയിലും കൂദാശയിലും പങ്കെടുത്തിരുന്നത്. പിന്നീട് യാത്രാക്ലേശങ്ങളും ദുരിതങ്ങളും പരിഗണിച്ച് 1838 പുല്ലുമേഞ്ഞ ആദ്യ ദേവാലയം സ്ഥാപിച്ചു. വരാപ്പുഴ മെത്രാപ്പൊലിത്തയാണ് അന്ന് ആ കൊച്ചു ദേവാലയം ആശീർവദിച്ചത്. ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുസ്വരൂപം മലബാറിലെ പരപ്പനങ്ങാടിയിൽ നിന്ന്, ആ കാലത്ത് ജീർണനാവസ്ഥയിലായിരുന്ന ഒരു ദേവാലയത്തിൽ നിന്ന് വടക്കാഞ്ചേരി ഇടവകാംഗമായിരുന്ന തൈക്കാടൻ പൊറിഞ്ചുകുട്ടിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. 1950 തോമസ് അമ്പാട്ടുകുളമച്ചന്റെ കാലത്താണ് ഇപ്പോഴത്തെ അതിമനോഹരമായ ഈ ദേവാലയം പണികഴിപ്പിച്ചത്. കാലങ്ങൾ കഴിയുന്തോറും മാറി മാറി വന്ന വികാരിമാരുടെ ദർശനങ്ങളോട് ചേർന്ന് നിന്ന വടക്കാഞ്ചേരിയുടെ അനുഗ്രഹമായ ഈ ദേവാലയം അനുദിനം ഉന്നതിയുടെ പാതയിലൂടെ വളർന്ന് ഫൊറോനയായും മാറി. 2024 വികാരിയായ ആന്റണി ചെമ്പകശ്ശേരി അച്ഛന്റെ നേതൃത്വത്തിൽ പുതുക്കി പണിത ദേവാലയത്തിന്റെ മുഖവാരം വെഞ്ചിരിച്ചത് അഭിവന്യ മാർ ആൻഡ്രൂസ് താഴ്ത്തു പിതാവാണ്. തോമാസ് ലീഹായും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറും കാണിച്ചു തന്ന പാതയിലൂടെ അണുവിട പോലും വ്യതിചലിക്കാതെ വടക്കാഞ്ചേരിയിലെ കത്തോലിക്ക സമൂഹം ക്രിസ്തുവിനെ പിന്തുടരുന്നു. അച്ഛൻ നമ്മളോട് വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മതബോധന വിദ്യാർത്ഥികളോട് പ്രാർത്ഥനയെ കുറിച്ച് സംസാരിക്കാനാണ്. അച്ഛൻ, എന്തൊക്കെയുണ്ട് വടക്കാഞ്ചേരി ഇടവകയിലെ വിശേഷങ്ങള്? വടക്കാഞ്ചേരി ഇടവക അതിരൂപതയിലെ വളരെ പുരാതനമായ ഒരു ഇടവകയാണ്. ഈ ഇടവകയിൽ 1600 വീട്ടുകാരുണ്ട്, 30ഓളം കുടുംബ കൂട്ടായ്മകളുണ്ട്, 610 കുട്ടികൾ ഇവിടെ വിശ്വാസ പരിശീലനത്തിനുണ്ട്. ക്ലേലിയ ബോൺ സിസ്റ്റേഴ്സ്, ഹോളി ഫാമിലി സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കപ്പുച്ചിൻ ഫാദേഴ്സും ഇവിടെയുണ്ട്. 3 സന്യാസ ഭവനങ്ങൾ ഇടവകയിലുണ്ട്. അത് വലിയൊരു മുതൽക്കൂട്ടാണ് ഇടവകയ്ക്ക്. 30ഓളം അധ്യാപകർ നിസ്വാർത്ഥമായിട്ട് വിശ്വാസ പരിശീലന രംഗത്തുണ്ട്. കുട്ടികളെ വളരെ ഭംഗിയായിട്ട് വിശ്വാസത്തിൽ വളർത്തുകയും ഈശോയ്ക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്ന മാതൃകാപരമായ ഒരു യൂണിറ്റാണ് ഈ വടക്കാഞ്ചേരി ഫൊറോനയിലെ വിശ്വാസ പരിശീലന യൂണിറ്റ്. ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഇവിടെ വിശ്വാസ പരിശീലനം കഴിഞ്ഞ കുറേ മക്കൾ സുവിശേഷ പ്രഘോഷണ രംഗത്ത് ഭാരതത്തിൽ പലയിടത്തും ഉണ്ട്. അത് സന്യാസികളായിട്ടുണ്ട്, വൈദികരായിട്ടുണ്ട്. ഈ കഴിഞ്ഞ മെയ്യിൽ ഇന്ത്യ രൂപതയ്ക്ക് വേണ്ടി ഒരു സഹോദരൻ വൈദികനായി. അടുത്ത ജനുവരി 13 സാഗർ രൂപതയ്ക്ക് വേണ്ടിയിട്ട് ഒരാളാകുന്നു. തുടർന്ന് MST സഭയ്ക്ക് വേണ്ടി അടുത്ത വർഷം പട്ടം സ്വീകരിക്കും. ഫരീദാബാദ് രൂപതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിക്കും. അപ്പോൾ വിശ്വാസ പരിശീലനം ലക്ഷ്യം നേടുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ കുട്ടികളെ 1 വർഷം ഞങ്ങൾ ഫോളോ അപ്പ് നടത്തും. അത് മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച എല്ലാവരും കുർബാനയ്ക്ക് വരണം. അത് കഴിയുമ്പോൾ 1 മണിക്കൂർ ക്ലാസ് കൊടുക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെ ദേവാലയത്തിൽ പെരുമാറണം, എങ്ങനെ കുംഭസാരം എന്നൊക്കെ ഞങ്ങളൊരു വർഷം അവരെ ഫോളോ അപ്പ് നടത്തും. അതുപോലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച കുട്ടികൾ തന്നെ നയിക്കുന്ന, നേതൃത്വം നൽകുന്ന ഒരു ദീപികാരുണ്യ ആരാധനയുണ്ട്. അതിലെല്ലാ കുട്ടികളും പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കുന്നു. പിന്നെ കുട്ടികൾക്ക് കുമ്പസാരിക്കാൻ സൗകര്യം പലപ്പോഴും കുറവാണെന്ന് പലരും പറയാം. പക്ഷെ ഇവിടെ ഞങ്ങൾ മാസത്തിൽ 2 ദിവസം സന്ധ്യാസമയത്ത് രാവിലെയും കുട്ടികൾക്ക് വേണ്ടി കുമ്പസാര സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് പള്ളി ഹോളിൽ കുമ്പാസം ഉണ്ടായിരിക്കും. 3 അച്ഛന്മാർ ഒരേ സമയത്ത് കുമ്പസാരിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഈശ്വര അടുത്ത് പ്രവർത്തിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ
വിശ്വാസ പരിസര കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ വലിയ മാതൃകരമായിട്ട് പ്രവർത്തിക്കുന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ, സാധാരണ ഞായറാഴ്ച കുർബാനയുണ്ട്, പക്ഷെ ഇവർക്ക് മാത്രമായിട്ട് ക്ലാസ് വൈസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് അങ്ങനെ ഓരോ ക്ലാസ്സിലും വ്യത്യസ്തമായിട്ട് അവരുടെ മാതാപിതാക്കൾക്കും ഒരു ദൈവവിരുദ്ധ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുർബാന പങ്കെടുക്കുമ്പോൾ കുർബാന കൂടുതൽ ആഴമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും, മാതാപിതാക്കൾക്ക് കിട്ടും, അങ്ങനെ വിശ്വാസത്തിൽ വളരുവാനായിട്ട് ഏറെ സഹായമാകും. തീർച്ചയായിട്ടും ഞാനിവിടെ വികാരിയായിരിക്കുമ്പോൾ സന്തോഷമുണ്ട് വടക്കാഞ്ചേരി ഇടവകയിൽ വികാരിയാകുന്നതിൽ. കാരണം 23 വർഷത്തോളം ഞാൻ പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് വിശ്വാസ പരിശീലനം ഏറെ സുഖമായിട്ട് നടത്തുവാൻ സാധിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ കൈക്കാരന്മാർ 4 പേരുണ്ട്, ജോൺസൺ, അതുപോലെ തന്നെ ഷാജു, ജിൽസൺ, പോളി, ഈ 4 പേരും വിശ്വാസ പരിശീലനത്തിന് എന്തെല്ലാം സൗകര്യമാണ് അതൊക്കെ ചെയ്യുവാനായിട്ട് അവർ തയ്യാറാണ്. ഒത്തിരി സന്തോഷം അച്ഛാ. തീർച്ചും മാതൃകരമായിട്ടുള്ള ഒരു വിശ്വാസ പരിശീലന ക്ലാസ്സുകളാണ് യഥാർത്ഥത്തിലൂടെ നടക്കുന്നത്. പലയിടത്തും പരാതി പറയല്ലോ, കുട്ടികൾ കുർബാനയ്ക്ക് അച്ചടക്കത്തിൽ നിൽക്കുമെന്ന് പറയും. പക്ഷേ എനിക്ക് സന്തോഷമാണ് കുർബാന പങ്കെടുക്കുമ്പോൾ. കുട്ടികൾ വളരെ ഭയഭക്തിയോട്ട് പുസ്തകം പിടിച്ച് കൈകൂപ്പി നല്ല സ്വരത്തിൽ അവർ കുർബാനയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരിക്കലും കുട്ടികൾക്ക് പരാതിയില്ല, സന്തോഷമുള്ള കുട്ടികളെ കുറിച്ച്. ശാലോം TV-യുടെ സൺഡേ ചാറ്റ് ചിത്രീകരിക്കുവാനായിട്ട് ഏറെ സ്നേഹത്തോട് താല്പര്യത്തോടുകൂടിയിട്ട് വടക്കാഞ്ചേരി ഫൊറോന പള്ളിയിലേക്ക് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദിയും, നിങ്ങളുടെ സുവിശേഷ പ്രഘോഷ രംഗം ഏറെ ദൈവാനുഗ്രഹമായി തീരട്ടെ. അനേകായിരങ്ങൾ സുവിശേഷം അറിയുവാനായിട്ട്, ക്രിസ്തുവിൽ അടുക്കുവാനായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സഹായമാകട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥന ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം നിങ്ങൾ ഓർക്കും. അടുത്ത മാസത്തെ ആരാധനയിൽ തീർച്ചയായിട്ടും സൺഡേ ചാറ്റ് പ്രോഗ്രാമിൽ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് വടക്കാഞ്ചേരി ഇടവകയിലാണ്. വടക്കാഞ്ചേരിയിലെ ചുണക്കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. മാത്രമല്ല, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രൈസ് ദ ലോർഡ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? എന്താണ് പ്രാർത്ഥന? ഒന്ന് കൈപൊക്കുക, അറിയാവുന്നവര്. ഒരാൾ അവിടെ പൊക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് അറിയാം എന്താണ് പ്രാർത്ഥന? 2 പേര്. ഞാൻ 2 പേരെ ഇപ്പൊ സെലക്ട് ചെയ്യാണ്. ആ മൈക്കൊന്ന് തരും, ഒന്ന് ഫ്രണ്ടിലോട്ട് വരുമോ? പേരെന്തായിരുന്നു? ഏഞ്ചൽ MF. ഏഞ്ചൽ. ഏഞ്ചൽ എത്രാം ക്ലാസ്സിൽ പഠിക്കും? നമ്മുടെ കാറ്റിസം 9ാം ക്ലാസ്സിൽ. 9ാം ക്ലാസ്സിലും പിടിക്കുകയാണ് ഇതിനുള്ള ഉത്തരം പറയാൻ പോകുന്നത്. കേൾക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതാണ്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അലയടിയാണ് പ്രാർത്ഥന. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. നമ്മൾ ദൈവത്തിന് വ്യക്തിപരമായിട്ട് കുറച്ച് സമയം കൊടുക്കുക. ദൈവത്തിന് പറയാനുള്ളത് നമ്മൾ കേൾക്കുക, നമുക്ക് പറയാനുള്ളത് ദൈവം കേൾക്കുക. അതാണ് പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പേരെന്തായിരുന്നു? ആൻമരിയ. ആൻമരി ആണ് ഉത്തരം പറയാൻ പോകുന്നത്. ആൻമരി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. കേൾക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് അതെല്ലാം നമുക്ക് ദൈവത്തിനോട് പറയാം. അത് നന്ദിയാവാം, നമുക്കുള്ള ആവശ്യങ്ങളാവാം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളെക്കാളും ഉപരി നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി വിശ്വസിച്ച് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നത് പ്രാർത്ഥനയാണ്. അത് മാത്രമല്ല, ഒരു ഫ്രണ്ടിനെ പോലെ നമുക്ക് ദൈവത്തിനോട് നമുക്ക് പറയാനുള്ള എല്ലാം പറയാം. അതൊരു പ്രാർത്ഥനയാണ്. നമുക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം, കൂട്ടായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു സമയത്ത് നമുക്ക് പ്രാർത്ഥന എന്ന് പറയാം. ഗംഭീര കൈ കൊടുക്കാം. നമുക്ക് നൽകിയ ഈ മനോഹരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി നന്ദി പറയാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? അത് ഇതിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ടെന്നല്ല കേട്ടോ, നിങ്ങൾ ചോദിച്ചോളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് പറയണം? നന്ദി പറയണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് പോവാണ്. അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെയാണ് വിശുദ്ധ ബലിയിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കേണ്ടത്? ഓക്കെ, 2 പേരാണ് കൈവക്കിയത്. നമുക്ക് ആദ്യം കൊച്ചുമിടുക്കിന്റെ ഉത്തരം കേൾക്കാം. നമ്മൾ കുർബാനയിലേക്ക് നിൽക്കുമ്പോൾ മിണ്ടാണ്ടിരുന്ന് കുർബാന ശ്രദ്ധിച്ച് അച്ഛൻ വായിക്കുന്ന സുവിശേഷം ശ്രദ്ധിച്ച് കേട്ട് അതിനുള്ളിൽ നിന്നുള്ള അറിവ് നേടുകയാണ് ചെയ്യേണ്ടത്. ഈശോയെ, ഒന്നുകൂടി പറയാം എന്താണുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആള് ഉള്ളെന്ന് പറയും. നമ്മുടെ കാറ്റിസം ടീച്ചേഴ്സ് ഒക്കെ നമ്മുടെ പറയില്ല എങ്ങനെയാണ് കുർബാനയ്ക്ക് നിൽക്കേണ്ടത്. അതാണ് കറക്റ്റ് ആയിട്ട് ആള് പറഞ്ഞു തരുന്നത്. ഒന്നുകൂടി കേൾക്കാം. എങ്ങനെയൊക്കെയാണ്? കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ സംസാരിക്കാതെ മിണ്ടാതിരിക്കുക, നിൽക്കാൻ മുട്ടുത്തുക ചെയ്യണം. അതെ, മിണ്ടാതിരിക്കണം, മുട്ടുത്തണം. പിന്നെ അച്ഛൻ പറയുന്ന സുവിശേഷം ശ്രദ്ധിച്ചു കേട്ട് അതിനുള്ള അറിവുകൾ നമ്മൾ ഉള്ളിലേക്ക് നിറയ്ക്കണം.
അച്ഛൻ പറയുന്ന സുവിശേഷം ശ്രദ്ധിച്ച് കേട്ട് അതിന്റെ അറിവുകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കണം. സാൻഡി മാഷെ, അടുത്ത മാഷ് റെഡിയാണ്. ഓക്കെ, ഒരു കാറ്റിസം അധ്യാപകൻ എങ്ങനെ പറയുന്നു അതേപോലെയാണ് പറയുന്നത് കുട്ടികളോട്. ഓക്കെ, അപ്പൊ അധ്യാപകർ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട് അല്ലേ? ഓക്കെ, മിടുക്കനാണ്. മിടുക്കന്റെ പേരെന്താ? നോയൽ പ്രിജോ. നോയൽ ഫ്രിജ് ആണ് മനോഹരമായിട്ടുള്ള ഒരു ഉത്തരം നൽകിയത്. നോയലിന് ഒരു ഗംഭീര കൈ കൊടുക്കാം. താങ്ക് യു നോയൽ. ഇനി ഒരു മിടുക്കൻ അവിടെ കൈവക്കിയിരുന്നു, നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. എന്താണ് പേര്? ആൻഡോ ജോർജ്. ആൻഡോ ജോർജ് ആണ് കേട്ടോ ഇനി ഉത്തരം പറയാൻ പോകുന്നത്. യെസ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ മനസാക്ഷി നിർമ്മലമായിരിക്കണം, കലഹങ്ങളും ഭിന്നതകളൊക്കെ അകറ്റി വെക്കണം, യോജിപ്പ് വേണം, സന്തോഷമുണ്ടാവണം, സ്നേഹമുണ്ടാവണം, ഭക്തി വേണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ വിശുദ്ധ കുർബാനയിൽ നടക്കുന്ന ഓരോ പ്രാർത്ഥനകളുടെയും കർമ്മങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈശോയുടെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള രഹസ്യങ്ങളിലാണ് നാം ഇവയിൽ പങ്കുചേരുന്നത് വിശുദ്ധ കുർബാനയിൽ. അതുകൊണ്ട് തന്നെ ഏറെ ഭക്തിയോടും ഒരുക്കത്തോടും വേണം നാം ഇവയിൽ പങ്കുചേരുവാൻ. അതെ, നല്ലൊരു കൈ കൊടുക്കാം ആദ്യം. ഞാനും ഒന്ന് ഞെട്ടിപ്പോയിട്ടിരിക്കുക. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവിടെ? 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ് ആയിട്ടുള്ളോ? എന്റെ അമ്മേ, 10ാം ക്ലാസ്സിൽ വിടുക്കാനാണ് ഈ ഉത്തരം പറഞ്ഞത്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്: കുരിശ് വരച്ച് സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്ന കുടുംബങ്ങളിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഉണ്ടാകുന്നത്? ഫ്രണ്ടിലേക്ക് വരൂ. പേരെന്തായിരുന്നു? ഏഞ്ചൽ. ഏഞ്ചൽ വീണ്ടും വന്നിരിക്കുകയാണ്, നമുക്ക് കേൾക്കാം. നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചാണ്, ഒരേ സ്വരത്തിലാണ് പ്രാർത്ഥന ചെല്ലുക. ഇതൊരു ഐക്യത്തിന്റെ ഒരു മാതൃകയായിട്ട് കണക്കാക്കാം. അതുപോലെ ഈശോയുടെ തിരുകുടുംബത്തിലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണ് വളർന്നു വന്നത്. അതുപോലെ വളർന്നു വരാൻ വേണ്ടിയിട്ട് ഈ ഒരു കുടുംബ പ്രാർത്ഥന സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ കുടുംബാംഗങ്ങൾക്ക്, മുതിർന്നവർക്കൊക്കെ സ്തുതി കൊടുക്കുന്നുണ്ട്. ഇതൊരു സമാധാനം ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ സ്തുതി കൊടുക്കുന്നത്. അപ്പോൾ കുടുംബ പ്രാർത്ഥന നമ്മളിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ ദൈവാനുഗ്രഹം നിറയാൻ വേണ്ടിയിട്ട്, ദൈവസ്നേഹത്തിൽ വളരാൻ വേണ്ടിയിട്ട് കുടുംബ പ്രാർത്ഥന സഹായിക്കുന്നുണ്ട്. പറയണ്ട കേട്ടോ, നല്ല ഉത്തരല്ലേ? ഗംഭീര കൈ കൊടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന വഴി ലഭിച്ച അനുഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സാക്ഷ്യപ്പെടുത്തുമോ? പ്രാർത്ഥന വഴി ഒരു മിടുക്കനോട് കൈപൊക്കിയുണ്ട്. ഇഷ്ടം പോലെ അനുഗ്രഹങ്ങളുടെ മഴയാണ് വടക്കാഞ്ചേരിയിൽ. എന്താ പേരെന്തായിരുന്നു? ക്രിസ്വിൻ. ക്രിസ്വിൻ. ക്രിസ്വിൻ ആണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെക്കൻഡ് ഇയർ. പറഞ്ഞോളൂ. ഞാൻ ഇതുവരെയായിട്ടും ഇങ്ങനെ മണിക്കൂറോളം ഇങ്ങനെ പഠിക്കുക അങ്ങനെ സംഭവം എനിക്കില്ല ഇതുവരെയായിട്ടും. പഠിക്കും, എന്നാലും ഈ മണിക്കൂറോളം ഇരുന്ന് ഇങ്ങനെ പഠിച്ച് അങ്ങനെ സംഭവങ്ങളൊന്നും എനിക്കില്ല. മോഡൽ എക്സാമിന്റെ സമയം വരെയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം പള്ളിയിൽ പെരുന്നാൾ വരും. അപ്പം അതിന്റെ സ്റ്റോക്ക് അങ്ങനെ സംഭവങ്ങൾ കുറേ ഉണ്ടാവും. കുർബാനക്കൂടെ ലിസ്റ്റ് ഇടൽ അങ്ങനെ ഓരോന്നായിട്ട് പള്ളിയിലുണ്ടാവും. അച്ഛൻ വിളിച്ചാൽ പള്ളിക്ക് പോകും. അങ്ങനെ ഫുൾ ടൈം പള്ളിയിൽ അങ്ങനെ നിൽക്കായിരുന്നു. വീട്ടുകാരും പറയുന്നു ഫുൾ ടൈം പള്ളിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ യേശുവായിട്ട് അധികം ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പള്ളിയായിട്ട് നമ്മൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ, സംഘടനകളായാലും അല്ലെങ്കിൽ എന്ത് പള്ളിയായിട്ട് ചേർന്ന് നമ്മൾ കാരിസം സംഘടന ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എല്ലാ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ പള്ളിയായിട്ട് ഇപ്പോഴും ചേർന്ന് നിൽക്കുക, അത് എപ്പോഴും കൊണ്ടുനടക്കുക കൂടി ജീവിതത്തിൽ. അടിപൊളി, അടിപൊളി. പള്ളിയോട് ചേർന്ന് ഈശോട് ചേർന്ന് നിന്നിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഡബിൾ ആയിരിക്കും. ഒരു സംശയമില്ല കേട്ടോ. അതായത് നിങ്ങൾ പഠിക്കണം, പഠിക്കാതിരിക്കണ്ട, നിങ്ങൾ പഠിക്കണം. പക്ഷെ 24 മണിക്കൂർ പഠിച്ച പലർക്ക് ചിലപ്പോൾ എന്ത് കിട്ടിയെന്ന് വരില്ല. കിട്ടുമോ? ഇല്ല. അത് ഇത്രേ ഉള്ളൂ. സിമ്പിൾ അതിന്റെ തിയറാണ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈശോയോട് കൂടെ ചേർന്ന് എന്ത് കിട്ടുന്ന പറഞ്ഞേ? സമാധാനം. സമാധാനം കിട്ടിയ സുഖമായിട്ട് പഠിച്ചൂടെ അല്ലേ? ആ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ A+ അല്ല, എനിക്ക് തോന്നുന്നു അതിനും മേലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ആരൊക്കെ പിന്നെ കൈവക്കിയത്? ഹണിറോസ്. ഹണിറോസ്. ഹണിറോസ് ആണ് ഇനി പറയാൻ പോകുന്ന പ്രാർത്ഥനയെ പറ്റിയിട്ടുള്ള സാക്ഷിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. റെഡി? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എടുത്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ട്. ചെറിയ കാര്യങ്ങളുണ്ട്, ഈ പരീക്ഷയുടെ സമയത്ത് ടെൻഷനായിട്ടും ഓരോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവം ഉണ്ടായത് എൻ്റെ പപ്പയുടെ എന്നാണ്. പപ്പയ്ക്ക് ഒരു അസുഖമുണ്ട്, സത്യം പറയുകയാണെങ്കിൽ ഹൃദയത്തിലായിട്ട്. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു ദിവസം പപ്പയ്ക്ക് രാത്രി ഇടുന്ന സമയത്ത് പെട്ടെന്ന് ആകെ വയ്യാതെയായിട്ട് ചോരയൊക്കെ പോയിട്ട്, ആ സമയത്ത് അമ്മ അടുത്തുണ്ടായിരുന്നു. അപ്പം അമ്മയൊക്കെ ആകെ നന്നായി പേടിച്ചിരിക്കണ സമയമായിരുന്നു. എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒന്നും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ആ ദിവസം പപ്പേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയാ, പപ്പയ്ക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്. അപ്പോൾ പപ്പ നല്ല വയ്യാതിരിക്കുന്ന സമയത്ത് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കലാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം കുർബാനയ്ക്ക് പോയിട്ടും ആരാധനയിൽ പോയിട്ടും വേറെ ഇങ്ങനെ തോമസ് ലീഹായുടെ പള്ളിയിലൊക്കെ ഇങ്ങനെ പോവും. അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് അവസാനം പപ്പയ്ക്ക് ഭേദമായി. ഇത്രയും ദിവസമായിട്ടും ഇങ്ങനത്തെ ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നും പപ്പയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ അടുത്ത് എങ്ങനെ കരഞ്ഞ
കരഞ്ഞിട്ടാണെങ്കിലും കൈകൂപ്പിയിട്ടാണെങ്കിലും പ്രാർത്ഥിച്ചാൽ ദൈവം എന്തായാലും കേൾക്കുന്ന. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അടയാളമായിട്ട് ഞാൻ ആരുടെ അടുത്ത് പറയുകയാണെങ്കിലും ദൈവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതാണ് എപ്പോഴും പറയുക. കാരണം അപ്പോൾ ഇതുവരെയായിട്ടും പപ്പയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ ആകുമ്പോൾ എനിക്കതിൽ ശരിക്കും ദൈവത്തിനടുത്തൊരു നല്ല കടപ്പാട് തോന്നാറുണ്ട്. ആള് പറഞ്ഞ ഒരു ജീവിത സാക്ഷിയാണ് അല്ലേ? ഇതിന് നല്ലൊരു എക്സാമ്പിൾ വേറെ പറയാനില്ല. പേരെന്തായിരുന്നു? ജോയൽ ജിജോ. എൻ്റെ അമ്മയ്ക്ക് വെരിക്കോസ് വെയിൻ ആയിരുന്നു. അത് കാരണം കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാനൊക്കെ. അതുകൊണ്ട് ഞാനും എൻ്റെ അപ്പനും അമ്മാമ്മയിലൊക്കെ ചേർന്നിട്ട് കുടുംബ പ്രാർത്ഥനയും പിന്നെ ആരാധനയ്ക്കൊക്കെ പോയിട്ട് കുറേ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് അത് ഉണങ്ങി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് അത് മാറി. കേട്ടാ, ആള് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ? അതായത് വെരിക്കോസ് വെയിൻ ആയിട്ട് അമ്മ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ അല്ലെ? ആ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അത് അമ്മ ഞങ്ങള് എവിടെ പ്രാർത്ഥിച്ചു? ആരാധനയിൽ കുടുംബ പ്രാർത്ഥന. ആരാധനയിലും കുടുംബ പ്രാർത്ഥനയിലും ഒക്കെ നന്നായി പ്രാർത്ഥിച്ചു. ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പന് ചെറിയൊരു കാലുവേനയുണ്ട്, അത് വെച്ചിട്ട് കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കോ? ഇല്ല. നമ്മുടെ കാര്യം നാളെ പരീക്ഷയുണ്ട് അല്ല, അപ്പനെ വിട്ടു. പിന്നെ എപ്പോഴാ പ്രാർത്ഥിക്കുക? വേറെന്താ പ്രാർത്ഥിക്കുക കുടുംബ പ്രാർത്ഥനയില്? നാളെ കഴിഞ്ഞ് മറ്റന്ന് ഞങ്ങൾ ടൂർ പോവും, അപ്പോൾ ഞങ്ങൾക്ക് ഒരു അബദ്ധം വരുത്തരുത്, ഞങ്ങൾക്ക് വരുത്തരുത്. അപ്പനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എല്ലാവരും കൂടി ചേർന്നിട്ട്. ആരോടെ നന്ദി പറയണം? അപ്പൊ അതുകൊണ്ട് ദൈവത്തോട് നന്ദി പറയാന്ന് പറഞ്ഞ ഒരു ഗംഭീര കൈയ്യടി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വടക്കാഞ്ചേരിക്കാർ അന്നും ഇന്നും എൻ്റെ അറിവിൽ ഗംഭീരമായിട്ടുള്ള കലാകാരന്മാരായിരുന്നു. അപ്പൊ അവരുടെ ഒരു ഗംഭീര ഡാൻസും കൂടി നമുക്കിപ്പോൾ കാണാം. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീര ഡാൻസ്. നമുക്ക് നേരെ ഡാൻസിലേക്ക് പോവാം. ആദിശക്തിപതേ വേദനാദസുധേ രാവാഴുമുർവിതൻ ദ്യോതകേ സർവമൂലപ്രകൃതി പ്രജാപതേ തത്വാതീതത്രിയേകനേ ജഗത് സാക്ഷിയേ മൽപ്രണാമം ഭജപാലകുലജാതനവനീശ്വരം ഭജതേ സദാ കന്യമറിയാസുരം കരുണാനിലയമേകഭൂരക്ഷകം ഭജതേ സദാ ക്രിസ്തുദേവ പ്രഭും മതിലേനിലേകത ഒരു ഗോഷ്ഠജനനം കൈകാൽ കുടഞ്ഞു ചിരിച്ചൊരു പുണ്യം
നിജമർത്യ കുലപാപ വൃന്ദാധികരണം ലോകത്തിൻ പാപത്തെ സ്വയമേറ്റ ചരിതം. നിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നെത്തി 12 പേർ നിന്റെ ശിഷ്യരായി. 12 പേരും ഒന്നിച്ചു നീ ലോകത്തിൽ പാപമുക്തിക്കായി അലഞ്ഞലഞ്ഞു. 12 പേർക്കും തനിക്കുമൊപ്പം വെള്ളി താമ്പാളത്തിൽ നീ വിളമ്പി ഭോജ്യം. അന്തിമ ഭോജന വേളയിലരുളി ഇതിലൊരുവൻ ഒട്ടിക്കൊടുക്കുമെന്നേ. ചുംബനം കൊണ്ട വിജ്ഞാനമേകി ഗുരുവിനെ ഒറ്റിക്കൊടുത്തു ശിഷ്യൻ. 30 വെള്ളിക്കാശിനായി ലോകത്തിൽ ആദ്യത്തെ വഞ്ചകനായുദാസ്. മുൾമുടി അണിഞ്ഞും മരക്കുരിശേന്തിയും കാൽവരിയിലെ കഥ മഹിഷന്റെ യാനം. ചാട്ടവർ അടിയേറ്റു പിടയുന്നു നാഥൻ, രക്തവും കണ്ണീരും ഒഴുകുന്ന പാത. കൈകാലില്ലാഞ്ഞടിച്ചാണി തറച്ച നന്മയെ കുരിശിലേറ്റുന്ന തിന്മ. മടിയിൽ മകനെ കിടത്തി വിലാപത്തിൽ മിഴിവാർന്ന പ്രതിമ പോൽ പാപമമ്മ. ഗിരികൾ പിളർന്നു, വസുന്ധര കുലുങ്ങി, ദേവാലയ തിരശീല കീറി. സ്വർഗീയ ദൂതൻ ഒരാൾ വന്നു കല്ലറ തുറന്നു. 3-ാം ദിനം ഉത്ഥാനമായി ശുഭ്രവസ്ത്രാംഗിത നിത്യമേഘം പോലെ വാനിലലിഞ്ഞു സ്നേഹമൂർത്തി. കാരുണ്യം ഉടൽ പൂണ്ടൊരു നാഥ യേശുനാഥ. മർത്യന്റെ പാപങ്ങൾ ഹരിച്ച നാഥ യേശുനാഥ. കടലിന്റെ മീതെ നടന്ന നാഥ ശ്രീയേശുനാഥ. ആരനിക്കഭയമൻ യേശുനാഥ ലോകനാഥ. ഓക്കെ, സോ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ചോദ്യ ഉത്തര സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരൊക്കെ സമ്മാനം മേടിക്കില്ല എന്ന് നമുക്കിപ്പോൾ കണ്ടറിയാം. 2025 ജൂബിലി വർഷത്തിന്റെ ആപ്തവാക്യം എന്താണ്? കുറെ ആൾക്കാര് കൈപൊക്കി. ആദ്യം കൈപൊക്കിയത് നമ്മുടെ വിശുദ്ധയായിട്ടുള്ള ഏഞ്ചലാണ്. അപ്പൊ ഏഞ്ചലിനാണ് അവസരം. ഞാൻ ഏഞ്ചലിനെ കണ്ടത്. ഓക്കെ, അപ്പൊ ഏഞ്ചലിന്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. പറഞ്ഞോളൂ ഏഞ്ചൽ. പ്രത്യാശയുടെ തീർത്ഥാടകർ. ശരിയാണെങ്കിൽ നിങ്ങൾ കൈയടിക്കാം. ശരിയാണ്, ഗംഭീര കൈയടി കൊടുക്കാം. പ്രത്യാശയുടെ തീർത്ഥാടകരാണ് എന്ന ആപ്തവാക്യാണ് നമ്മൾ ഈ പറയുന്ന ജൂബിലി വർഷത്തിലുള്ളത്. ക്ലിയർ ആയോ? സമ്മാനം വേണ്ടേ? ആദ്യം സമ്മാനം കിട്ടിയില്ലേ? സന്തോഷായില്ലേ? ഓക്കെ, സന്തോഷായി. സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ഞാൻ ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക ആരാണ് അവരെയാണ് ഞാൻ വിളിക്കുന്നത്. എന്തായാലും എന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആരാണ് ഏറ്റവും സീനിയർ? സണ്ണി മാഷാണ്. പക്ഷേ നല്ലൊരു ഗൈഡ് കൊടുക്കാം, നല്ലൊരു ഗൈഡ്. ഞാൻ 35 വർഷം പിന്നിട്ടു. ഇത് എൻ്റെ 36ാമത്തെ വർഷമാണ് കാറ്റഗിസത്തിൻ്റെ. ഈ കാറ്റഗിസത്തിൽ നിന്ന് എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ എൻ്റെ കുടുംബജീവിതത്തിലും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ ഒട്ടേറെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഭിച്ചത് ഞാൻ ഒരു കാറ്റഗിസം അധ്യാപകനായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ വീണ്ടും അവിടെ
എക്സസൈസ് കാക്കിയാണ് യൂണിഫോം ഇട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിലും അവിടെ എനിക്ക് അധികവും എനിക്ക് നിർവഹിക്കേണ്ടി വന്ന ഒരു അധ്യാപകന്റെ ജോലി തന്നെയാണ്. അതിന്റെ പിൻബലം ശരിക്കും ഒരു മതാധ്യാപകനാണ് എന്നുള്ളതായിരുന്നു. ഓക്കെ, പക്ഷേ ഒത്തിരി സന്തോഷം. ഏത് വിശുദ്ധന്റെ പള്ളിയാണ് വടക്കാഞ്ചേരി പള്ളി? ഓ, ഇതിലിപ്പോ കൈ പൊക്കാത്തവരുണ്ടല്ലോ, അതിൽ സംശയം ഉണ്ടാ? എല്ലാവർക്കും കൈ. ഏത് വിശുദ്ധനാ? കറക്റ്റ്. ഇതല്ലാത്ത ചോദ്യം. ഇനി വിശുദ്ധന്റെ അഴുകാത്ത ശരീരം ഒരു സ്ഥലത്തുണ്ട്. ആ സ്ഥലം അറിയാവുന്നൊരു കൈ പൊക്കിയേ. എന്റെ അമ്മേ, ഏതാ സ്ഥലം? അതല്ലാട്ടോ ചോദ്യം. ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ, ഇതാണ് ചോദ്യം. ഇത് ഉത്തരം അറിയാവുന്ന ഒരു കൈ പൊക്കിക്കോളൂ. ചോദ്യം ഇതാണ്: ഏത് പള്ളിയിലാണ്, ആ പള്ളിയുടെ പേരാണ് പറയേണ്ടത്, വിശുദ്ധന്റെ ശരീരം അഴുകാതെ സൂക്ഷിച്ചിരിക്കുന്നത്? ഒരു മിടുക്കനാണോ കൈ പൊക്കിയത്? നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ എന്ന്. വരൂ, ഫ്രണ്ടിലേക്ക് വരൂ. എന്താ സംശയം? നല്ലൊരു കൈ കൊടുക്ക്. ഈ സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ഞാനൊരു സിസ്റ്ററെ വിളിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടറും സിസ്റ്ററും ആയിട്ടുള്ള അർച്ചന സിസ്റ്ററെ ഞാൻ വിളിക്കുകയാണ്. നല്ലൊരു കൈ കൊടുക്കാം. ഇന്ന് കുഞ്ഞുങ്ങളെല്ലാവരും ഒരു വലിയ ബഹളത്തിൻ്റെ നടുക്കിലാണ്. അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ലോകത്തിലേക്കാണോ നോക്കണ്ടേ, ദൈവത്തിലേക്കാണോ നോക്കണ്ടേ? അപ്പോൾ അവർ നോക്കുമ്പോൾ ദൈവം എപ്പോഴും നിശബ്ദനാണ്, ലോകം എപ്പോഴും സ്വരത്തിലാണ് നിൽക്കുന്നത്. അപ്പം കാഴ്ചകൾ അവർക്ക് വലിയ കൗതുകം കൊടുക്കുമ്പോൾ ആ ഒരു വിളി, ഈശോയുടെ വിളി തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോകുകയാണ്. അതുകൊണ്ട് വിശ്വാസ പരിശീലകരായ ഞങ്ങളും മാതാപിതാക്കളായ എല്ലാവരും ഇതിനു വേണ്ടി കുഞ്ഞുങ്ങളെ സജ്ജാക്കിയാൽ ദൈവവിളി ഒരുപാട് വർദ്ധിക്കും. താങ്ക് യു സിസ്റ്റർ. മാതാവിന്റെ ജനന തിരുനാൾ എന്നാണ്? ഞാൻ കണ്ടത് ഈ കുട്ടീനെയാണ്. ഈ കുട്ടീനെ എന്നെ വിളിച്ചോട്ടെ, പറഞ്ഞോ. സെപ്റ്റംബർ 8. സംശയം ഉണ്ടാർക്കെങ്കിലും ഇല്ല? ഗംഭീര കൈഡി. അപ്പൊ ഈ സമ്മാനം നൽകുന്നതിനായിട്ട് ഇവിടുത്തെ PTA പ്രസിഡന്റ് ഞാൻ വിളിക്കുകയാണ്. PTA പ്രസിഡന്റ്, അതായത് പണ്ട് ക്രിസ്ത്യാനിക്കെതിരെയൊക്കെ ഒരു ചക്രവർത്തി ഭയങ്കരമായിട്ട് അക്രമങ്ങളും അതേപോലെ തന്നെ പീഡനങ്ങളൊക്കെ അഴിച്ചു വിട്ടിരുന്നു. അത് ഏത് ചക്രവർത്തിയുടെ കാലത്താണ്? ഒരാൾ കൈപ്പൊക്കിയിട്ടുണ്ട്, രണ്ടാളുണ്ട്. രണ്ടാൾക്ക് നമുക്ക് അവസരം കൊടുക്കാം. ആദ്യം കൈപ്പൊക്കിയത് ഇദ്ദേഹമാണ്. നമുക്കൊന്ന് നോക്കാം. നീറോ ചക്രവർത്തിയാണ്. നീറോ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ ഉത്തരം എന്തായിരുന്നു? 2-1 അല്ലേ? നമ്മൾ എന്തായാലും 2 പേർക്ക് സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ഇവിടുത്തെ കൈക്കാരനെ ഞാൻ വിളിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ നിങ്ങളെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പ്രധാന അധ്യാപകനായിട്ടുള്ള സാൻഡി മാഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. പക്ഷേ ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. ശാലോമിന്റെ ഈ ഒരു എന്താ പറയുക, സൺഡേ ചാറ്റ് എന്ന് പറഞ്ഞ ഒരു മിഷൻ നമ്മളിപ്പോൾ വടക്കാഞ്ചേരിയിലാണ് എത്തി നിൽക്കുന്നത്. പക്ഷേ നമുക്ക് എല്ലാ ഇടവകയിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അത് നമ്മൾ ഇതിലൂടെ അനൗൺസ് ചെയ്യുന്നു, ആൾക്കാർ അത് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പ്രവർത്തനങ്ങൾ? എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് മാഷ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ ഇടവകയിലെ വിശ്വാസ പരിശീലനത്തിന് കുട്ടികൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അതുപോലെ തന്നെ വിശുദ്ധിയിലും പരസ്പര സഹായത്തിലും അങ്ങനെയുള്ള വിവിധ മേഖലകളിലും ഒരുമിച്ച് വളർന്നു വരണം. എന്നാൽ അതോടൊപ്പം തന്നെ സഭ നിർദ്ദേശിക്കുന്ന പാഠപുസ്തകങ്ങൾ പഠിക്കുകയും ചെയ്യണം. ആ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതോടൊപ്പം വിശുദ്ധിയിലും പ്രാർത്ഥനയിലും വളർന്നു വരുന്നതിന് വേണ്ടി നമ്മൾ കുട്ടികൾ 7ാം ക്ലാസ് തൊട്ട് ACC വരെയുള്ള എല്ലാ കുട്ടികളും ജപമാല രഹസ്യങ്ങളും ലുത്തിനി അടക്കം ബൈഹാർട്ടായിട്ട് പഠിക്കുക, പ്രാർത്ഥന അനുഭവത്തിൽ വളരുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട്. സാഹിത്യം, കലാമേഖലകളിലും ഒരുമിച്ച് വളരണം. അതിനു വേണ്ടിയിട്ട് ഒരു കയ്യെഴുത്ത് മാസിക ഞങ്ങൾ എല്ലാ വർഷവും പ്രകാശിപ്പിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് പരസ്പര സഹായത്തിൽ, അതായത് കുട്ടികളുടെ ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സിലും ഓരോ ചെപ്പ് വെച്ചിട്ടുണ്ട്. ആ ചെപ്പിൽ കുട്ടികൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന തുക ആ കാറ്റഗിസം പഠിക്കുന്ന നമ്മുടെ ഇടവകയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും ആവശ്യതരായിട്ടുള്ള വീടുകളിൽ നമ്മൾ അതിൻ്റെ ആ തുക എടുത്ത് ആ കുട്ടികൾക്ക്, അത് പരസ്പര സഹായം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ കരുണ, സ്നേഹം വളർത്തിക്കാൻ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു വരുന്നു. പിന്നെ ക്രിസ്മസ് ആഘോഷം എന്നതുപോലെ മാതാവിൻ്റെ ജന്മതിരുനാൾ ഞങ്ങൾ മേരിമസ് എന്ന പേരിൽ ഞങ്ങൾ കുട്ടികളെ അതിന് പ്രോത്സാഹനം നൽകുന്നു, അതിന് പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വടക്കാഞ്ചേരി ഇടവക അന്നും ഇന്നും പവറാണ്, മാസാണ്. നല്ലൊരു കൈഡി കൊടുക്കാം മാഷ്ക്ക്. അപ്പോൾ നമ്മൾ ഇന്നുണ്ടായിരുന്നത് വടക്കാഞ്ചേരി ഇടവകയിലെ മിടുക്കന്മാരും മിടുക്കികളും കൂടിയായിരുന്നു. പ്രാർത്ഥന എന്ന വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു ഇടവകയിൽ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.